പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശയുള്ള കാര്യം അതായത് IAS പഠിക്കാൻ പോയ കൊച്ചിൻ്റെ വായിൽ ബീഫ് തിരികെ കൊടുക്കുന്ന സീനാണ് നമ്മളിപ്പോൾ ട്രെയിലറിൽ നിന്ന് മാത്രം കാണുന്നത്. ഇതിനേക്കാൾ വഷള സീനുകൾ ഇതിനകത്തുണ്ടാകും എന്നുള്ള കാര്യത്തില്ല. ഒരു വഷളൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ പോയി കാണാമെന്നുള്ളതല്ലാതെ കേരളത്തിലാരും കാണുന്നില്ല. പക്ഷേ ഇപ്പോഴും ഇപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. കാരണം ഒന്നാമത്തെ കേരള സ്റ്റോറിക്ക് ശേഷം സംഭവിച്ചതെന്താ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ധാരാളം വിനോദസഞ്ചാരികൾ വ്ളോഗ് സജീവമായതുകൊണ്ട് തന്നെ അവരെല്ലാവരും കേരളം ഇങ്ങനെ ഒരു സംഗതി അല്ല എന്നുള്ളത് പലതരത്തിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, കേരളത്തിന് വെളിയിലേക്ക് പറയാൻ ശ്രമിച്ചു. അപ്പോൾ ഇത് മറ്റേ കുടം കമത്തി വെച്ചിട്ട് അതിന് മുകളിൽ വെള്ളം കോരി ഒഴിക്കുന്നത് പോലെയായി. ഇതിൻ്റെ നിർമ്മാതാവിനും സംവിധാനവും ഒക്കെ കാശ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ബാക്കി ഈ പ്രത്യയശാസ്ത്ര പദ്ധതി എന്നുള്ള നിലയ്ക്ക് അത് പരാജയമായിരുന്നു എന്ന് വേണം കരുതാൻ. രണ്ടാമത്തെ സിനിമ വരുമ്പോൾ എന്താണ് കാര്യം എന്നറിയോ, ഇങ്ങനെയല്ല ബീഫ് കഴിക്കേണ്ടതെന്നുള്ളത് നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നോർത്ത് ഇന്ത്യൻസിനൊക്കെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കുള്ളത് ഒക്കെ മനസ്സിലാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിലെനിക്ക് പക്ഷേ ഈ പറയുന്നത് പോലെ ഇതിനെതിരെ വ്യാപകമായി ട്രോളുകളൊക്കെ വരുന്നുണ്ട്, ഈ ട്രെയിലറിനെതിരെ. ആ വിഷയത്തിൽ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് വൈകാരികമായി ആ കാര്യത്തിൽ ഇടപെടാൻ തോന്നിയ ഒന്ന് രണ്ട് സന്ദർഭങ്ങളുണ്ടായി. കാരണം എല്ലാവരും അത് പൊറോട്ട കേന്ദ്രീകൃത ആക്രമണമാണ് നടത്തുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രശ്നം. കാരണം എനിക്ക് പൊറോട്ടയും ബീഫും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പൊറോട്ടയും കുറച്ച് ബീഫും കഴിക്കാനേ പറ്റൂ. രണ്ടാമതൊരു പൊറോട്ട കഴിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ആ ബീഫ് കഴിക്കാൻ പൊറോട്ട അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായി എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതേസമയം പുട്ടിൻ്റെ കൂടെ പണ്ടൊക്കെ എറണാകുളത്തുള്ള ഈ തട്ടുകടകളിലെല്ലാം പുട്ടിൻ്റെ കൂടെ ബീഫ് കിട്ടുന്ന തട്ടുകടകൾ ധാരാളമുണ്ട്. ഈ വൈറ്റില ജംഗ്ഷനൊക്കെ നിറച്ച് പുട്ടുകടകൾ ഉണ്ടായിരുന്ന അങ്ങനെയുള്ളൊരു സമയമുണ്ട്. ഭയങ്കര രുചികരമാണത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പയുടെ കൂടെ, ഞങ്ങൾ കുടിയേറ്റക്കാരായതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് കപ്പയും ബീഫും അതുപോലൊരു കോമ്പിനേഷൻ വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് മലയാളി ഒറ്റയടിക്ക് ഈ പൊറോട്ടയെ വെച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിലുള്ള ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കാം.